ഇപ്പോൾ ഏകദേശം 4 ദിവസത്തോളമായി നമ്മുടെ ആഷ്മി സ്കൂളിൽ പോയിട്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. 3-4 ദിവസമായിട്ട് ആഷ്മിക്കും വയ്യ, ലച്ചുവിനും വയ്യ കേട്ടോ. അപ്പം പുറത്തുനിന്നൊരു കുഴിമന്തി വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മയോണൈസിൻ്റെ ആണോ എന്താ, നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. എന്തുമായാലും 3-4 ദിവസമായിട്ട് കൊച്ചുങ്ങൾക്ക് രണ്ടിനും തീരെ വയ്യാതായി കേട്ടോ. ലൂസ് മോഷനും ഛർദിലും തലവേദനയും തലകറക്കവും. ഞാനും ആദ്യം ആയത് ലച്ചുവിനായിരുന്നു കേട്ടോ. ലച്ചുവിനായപ്പം ലച്ചുവിന് പരീക്ഷ ടൈം ആയതുകൊണ്ട് ഇടവിട്ട് ദിവസങ്ങളിലേ ഉള്ളേ. അപ്പം പിറ്റേന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ ലച്ചുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ആഷ്മി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആഷ്മിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം ലച്ചുവിനെ ആശുപത്രി കൊണ്ടുപോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു, മരുന്നൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. അപ്പം വൈകുന്നേരം ആഷ്മിയെ വിളിക്കാൻ പോയപ്പോഴത്തേക്കിനും സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നതേ മാണ്ട് മയങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും വയ്യാതായി. ഞാൻ പറഞ്ഞു എന്തിനായിരുന്നു വയ്യാതെ ഇങ്ങനെ ഇരുന്നത്, ടീച്ചറിനോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു, ഞാൻ വന്ന് വിളിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം എന്തുവായാലും അന്ന് രാത്രി തന്നെ ഞാൻ ആഷ്മിയെ ആശുപത്രി കൊണ്ടുപോയി കേട്ടോ. ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ആഷ്മിക്കും മരുന്ന് വാങ്ങി. അങ്ങനെ തൊണ്ട പിറ്റേന്നും പോയിട്ടില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കിയാണ്. ലച്ചുവിന് പരീക്ഷയുണ്ട്, ലച്ചുവിന് പോയേ പറ്റൂ. കാരണം മെയിൻ എക്സാം ഫൈനൽ എക്സാമാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ. അപ്പം ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒറ്റുമൊക്കെ പഠിച്ചിട്ടില്ല. 2 ദിവസമായിട്ട് മാണ്ടി കിടക്കുമല്ലേ. ഒന്നും പഠിക്കാതാണ് ലച്ചു ആശുപത്രി പോയത്. അപ്പോൾ ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിൽ എല്ലാം അങ്ങ് ആരും ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീൻ കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം തേങ്ങ അരച്ച് വെച്ച കൊച്ചു മീൻ കറിയായിരുന്നു. അപ്പം കൊച്ചു മീനായിരുന്നു. അപ്പോൾ അത് കൂട്ടി അത് പറ്റിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പിള്ളേർക്കിങ്ങനെ വയറിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കൊന്നും വേണ്ട. പിന്നെ എന്നോട് പറഞ്ഞ് ഇച്ചിരി മുളക് ചാലിച്ച് തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ മുളക് ചാലിച്ച് ഞാൻ കൊടുത്തപ്പോഴത്തേക്കിനും ആഷ്മിക്ക് അത് ഏരിയാണ്. പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ട് ഒരു ശകലം കഴിച്ചു. ഒന്നും കഴിക്കുന്നുമില്ല, അതില്ലേ പ്രശ്നം. പിള്ളേർക്ക് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മനസ്സ് ഒരുമാതിരിയല്ലേ, നമുക്ക് പിന്നെ ഫുഡൊന്നും ഇറങ്ങത്തില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ രാവിലെ ഒന്ന് പിള്ളേരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തോ കഴിക്കാൻ തോന്നി, എന്തോ വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ലച്ചു പറഞ്ഞ് തക്കാളി രസം മതിയെന്ന്. ലച്ചുവിന് തക്കാളി രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലച്ചുവിന് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കിനും കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളി രസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആഷ്മി പറഞ്ഞ് ആഷ്മിക്ക് വേണ്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ പലർക്കും പല ഇഷ്ടങ്ങളാണ്. ഞാൻ വിചാരിച്ച ആഷ്മിക്ക് മുളക് ഉള്ളിയൊക്കെ ചാലിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് ആക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ പിന്നെ രസവും ആക്കി. ഒരു മീൻ കുറച്ചിട്ട് ഇന്നലെ വെച്ച മീനൊന്നും ആരും കൂട്ടിയിട്ടില്ല. അപ്പം മീനെ ഞാൻ വിചാരിച്ച് അങ്ങ് വറക്കാമെന്ന്. വറുത്തല്ലെങ്കിലും പിള്ളേരാരെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിവർക്ക് പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നും വാങ്ങി കൊടുക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ബർത്ത്ഡേ ഒക്കെ വരുമ്പം ചിലപ്പം പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കൊടുക്കും. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ കൊതി പറയുമ്പം 2-3 മാസമൊക്കെ കൂടുമ്പം ഒരു അൽഫാം മന്തി വാങ്ങിക്കൊടുക്കും കേട്ടോ. അല്ല നമ്മൾ സ്ഥിരം പുറത്തെ ഫുഡ് കഴിപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ബിരിയാണിയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമല്ലേ. നമ്മൾ സ്ഥിരം ഒരു കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ ഇപ്രാവശ്യം എന്തോ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ചിക്കനും ചോറും മാത്രം കഴിച്ചവർക്ക് പ്രശ്നമില്ല കേട്ടോ. ഈ മയോണൈസ് കഴിച്ചത് ഇവളുമാർ 2 പേരും കേട്ടോ. അപ്പോൾ അതിലെന്തോ പ്രശ്നമാവാനാണ് ചാൻസ്. ഉച്ചയ്ക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ ലച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ. അതും പോരാഞ്ഞിട്ട് വയ്യാത്ത കൊച്ച് രാവിലെ. സാധാരണ അവർക്ക് 12:30 വരെ ഉള്ളൂ പരീക്ഷ കേട്ടോ. ഇന്ന് അവർക്ക് 1 മണി വരെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു മണിക്കൂർ അവർക്ക് അസംബ്ലി ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് നിനക്ക് വയ്യാങ്കിൽ അസംബ്ലിക്ക് നിൽക്കേണ്ടായിരുന്നല്ലോ, ടീച്ചറിനോട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന്. അങ്ങനെ അരമണിക്കൂർ വൈകിയാണ് അവരിന്ന് സ്കൂളിൽ നിന്ന് വിട്ടത്. ലച്ചു പറയാം വയ്യാത്ത ദിവസം തന്നെയാണല്ലോ ഈ പാരകളെല്ലാം വരുന്നതെന്ന്. 2ൻ്റെയും മുഖമൊക്കെ വിളിഞ്ഞു എന്നും പറഞ്ഞിരിക്കുന്നുണ്ടോ. കണ്ണുമൊക്കെ കുഞ്ഞൊരുമാതിരി മുഖം. 2 ദിവസം കൊണ്ട് പിള്ളേരാകെ അങ്ങ് ക്ഷീണിച്ച് പോയി കേട്ടോ. ആഹാരമൊന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് വേണ്ടെന്നും പറഞ്ഞിരിക്കുക. ലച്ചു ആണെങ്കിൽ ആ ചോറ് മുഴുക്കൻ കഴിച്ചില്ല. ആശയാണെങ്കിൽ തൊട്ടിട്ട് പോലും ഇല്ല, വേണ്ടാന്നും പറഞ്ഞിരിക്കുക കേട്ടോ. തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഇന്ന് കൊടിയേറ്റ് സദ്യ ഉണ്ടായിരുന്നു, കഴിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നത്. വയ്യാത്ത പിള്ളേരെയും കൊണ്ടും പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവളുമാർ എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇരിപ്പില്ല മനുഷ്യർക്ക് അസുഖങ്ങളൊക്കെ വരുന്നത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പെട്ടെന്നൊരു ക്ഷീണവും അവശതയും കാര്യങ്ങളും യൂറിനറി ഇൻഫെക്ഷനാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ കയ്യോടെ ഞാൻ ആശുപത്രിയിൽ പോവുകയാണേ. വയ്യാത്ത പിള്ളേരെയും കൊണ്ടാണ് പോകുന്നത്. കാരണം എനിക്ക് വയ്യ. അപ്പോൾ പിന്നെ മിണ്ടിയും പറഞ്ഞൊക്കെ പോകാമല്ലെന്നും കരുതി അവരെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയി. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി കേട്ടോ. വന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കേട്ടോ. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, ഇച്ചിരി ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തണ്ണിമത്തനോ മുന്തിരിങ്ങയോ ഓറഞ്ചൊക്കെ ഞാൻ കുറച്ച് വാങ്ങി കേട്ടോ. അതൊക്കെ പിന്നെ ഇച്ചിരിച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടല്ലേ, നല്ല ആവി സമയമാണ് കേട്ടോ. നമ്മുടെ ആഷ്മിക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ.
അതാണ് നമുക്ക് അങ്ങോട്ട് ഭയങ്കര അങ്ങോട്ട് വിഷമം. കാരണം 2 പേർക്കും കിടുങ്ങലായിരുന്നു കേട്ടോ. അങ്ങനെ ലച്ചുവിന് ഇപ്പോൾ ഏകദേശം ഇച്ചിരി കുറവൊക്കെ ഉണ്ട് കേട്ടോ. അഷ്മിക്ക് പക്ഷേ അങ്ങോട്ട് വലിയ ഇതില്ല. എനിക്കും വലിയ കുറവുണ്ടെന്നേ ഉള്ളൂ. ഞാനും അഷ്മി ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ലച്ചുവിനും കുറവുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആഷ്മി ഇങ്ങനെ കമ്പിളി ഉടുപ്പൊക്കെ ഇട്ട് ഈ ചൂടത്ത് ഇങ്ങനെ മൂടിപ്പോച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നും. എന്തോ പറയാനെന്ന് പറയാം. അമ്മയ്ക്കിപ്പോൾ റേഷൻ കടയിൽ പോകുന്നതിന് മുമ്പ് വീട്ടിൽ ഒട്ടുമുക്കാൽ ജോലിയും തീർത്ത് വെച്ചിട്ട് പോകേണ്ടുന്ന അവസ്ഥയായി കേട്ടോ. കാരണം അങ്ങനെ ഇട്ടേച്ച് പോയാലും ആരാ മിറ്റവും അവധി ദിവസമൊക്കെ ഇരിക്കുന്ന സമയത്ത് മിറ്റമൊക്കെ ഞാനും പിള്ളേരോടൊക്കെ അങ്ങ് തൂക്കുന്നത് കേട്ടോ. നമ്മ കടയിൽ പോകുന്നതിന് മുമ്പേ മിറ്റമൊക്കെ മിറ്റം തൂത്തിട്ട് രണ്ട് ദിവസമായി കേട്ടോ. മിറ്റമൊക്കെ തൂത്തിട്ട് പിന്നെ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് കടയിൽ പോകാൻ പറ്റും. ഇരട്ടി ജോലി അമ്മയ്ക്കായത്. ആഷ്മിയുടെ പരീക്ഷ കഴിഞ്ഞായിരുന്നു കേട്ടോ. ആഷ്മിയുടെ പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് ആഷ്മി പരീക്ഷ എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പരീക്ഷ ടൈമായിരുന്നെങ്കിൽ ഇടയ്ക്ക് പരീക്ഷയും മിസ്സായിപ്പോയി, എഴുതാൻ പറ്റാതെ. പിന്നെ ലച്ചുവിന് പിന്നെ ഓരോ ദിവസം ഇടവിട്ടാണ് പരീക്ഷ ഉണ്ടായതുകൊണ്ട് വയ്യാങ്കിലും ഉച്ചവരെ ഉള്ളതുകൊണ്ടും പോയി എഴുതുന്നുണ്ട്. അതിന് ഫൈനൽ എക്സാമായി എഴുതാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ പരീക്ഷ നടത്തിയാലും ലച്ചുവിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, അന്ന് അവൾക്കൊരു അസുഖം ഉണ്ടാവും ആ പരീക്ഷയുടെ ഇടയ്ക്ക്. ശരിക്കും എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അസുഖം ഓരോ പരീക്ഷയ്ക്കും അവൾക്ക് വരും കേട്ടോ. ഇതുവരെ കണ്ടുവച്ചിരിക്കും. ഞങ്ങളങ്ങനെ പറയുകയും ചെയ്തു. എപ്പോഴും എന്തെങ്കിലും പനിയോ വയറുവേദന കാര്യങ്ങൾ ഏത് പരീക്ഷ സമയത്തും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പരീക്ഷ ഇടണം. ആ പരീക്ഷ ടൈമിൽ മാത്രം വരുന്ന ആ സമയത്ത് മാത്രമല്ല ലച്ചുവിന് അസുഖങ്ങൾ വരുന്നത്. അതെന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം ദൈവം ഇനി 10ാം ക്ലാസ്സിലോട്ടാണ് കയറാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത് കുഞ്ഞുകളിയൊന്നും അല്ലല്ലോ, ബോർഡ് എക്സാം എന്നൊക്കെ പറയുന്നത്. അയ്യോ, അപ്പോഴത്തേക്കിന് ഇങ്ങനൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര.